രാം നാരായൺ രാം. ഒരു ജമീനുദാറിൻ്റെ വീട്ടിൽ 100 നൗകരുമാർ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ നിന്ന് ജോലിയെടുക്കാൻ അയാൾക്കായില്ല. എല്ലാം സ്വയം ചെയ്യേണ്ടി വന്നു. വീട് തേക്കുന്നത് മുതൽ എല്ലാ ജോലിയും താനെയായിരുന്നു ചെയ്യുന്നത്. വീട് തേക്കുമ്പോഴും നൗകന്മാരെ മോശമായി വിളിച്ചു തെറി പറഞ്ഞും ആയിരുന്നു. നൗകരും ബാബു ബാബു എന്നു വിളിച്ച് ഇതിലെയും അതിലെയും ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സമയം കിട്ടാത്തതിനാൽ കലണ്ടറിൻ്റെ പേജ് പറിച്ചു മാറ്റാൻ കഴിയാതിരുന്നു എന്ന് കാണിച്ച് നൗകരെ കഠിനമായി തെറി പറഞ്ഞിരുന്നു. അടുത്ത ദിവസം നോക്കിയപ്പോൾ കലണ്ടറിൻ്റെ ഒരു പേജുമില്ല. എല്ലാവരും കരുതി എനിക്ക് സിദ്ധിയായി എന്നാണ്. ശരിയായ രീതിയിൽ ജോലി ചെയ്യാത്തപ്പോൾ അങ്ങനെ സംഭവിക്കും. അതിനാൽ നമുക്ക് നമ്മുടെ ധമനികളെ നിയന്ത്രിക്കാൻ പഠിക്കണം. നിയന്ത്രിക്കാനാകാത്തതുവരെ പീഡനമുണ്ടാകും. അതിനായി അഭ്യാസം അനിവാര്യമാണ്. നമ്മുടെ അന്തരാത്മാവ് ഉറച്ചതാകണം. ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും അഭ്യാസം തുടർന്നിരിക്കണം. എല്ലാവരും ശരിയായ രീതിയിൽ ജോലി ചെയ്താൽ മാത്രമേ ആ പുഷ്പം വിരിയുകയുള്ളൂ. വിരിയുമ്പോൾ അത് ചലനവുമായി ഏകീകരിക്കാൻ മുന്നോട്ടു പോകും. 1 മിനിറ്റിൽ 60 ലക്ഷം ജപം നടത്തണം. 1 സെക്കൻഡിൽ 60 ലക്ഷം ജപം എങ്ങനെ സാധിക്കും? എന്നാൽ നീ ജപിക്കാൻ പോകുന്നുവെങ്കിൽ എത്ര ദിവസം വേണ്ടിവരും എന്നത് കണക്കാക്കണം. 1, 2, 3, 4 എന്ന് പതുക്കെ പറയാം. വേഗത്തിൽ പറയാനുമാകും. ഉസ്താദ്മാർ വേഗത്തിൽ സംസാരിക്കും. നീ എത്ര വേഗത്തിൽ സംസാരിക്കും അത്രയും സൗകര്യം ലഭിക്കും. നോക്ക്, എല്ലാ ഗ്രന്ഥികളും എങ്ങനെ വഴിയൊരുക്കി പ്രവർത്തിക്കും എന്ന്. ഫാക്ടോറിയൽ സൂര്യപ്രകാശം നേരിട്ട് എത്തുന്നതല്ല, എത്രയോ വസ്തുക്കളെ താണ്ടിയേ അത്ര ദൂരം എത്തുകയുള്ളൂ. അങ്ങനെ ചില ശബ്ദങ്ങൾ നിലനിൽക്കുന്നു. അതൊക്കെ സ സ എന്ന് ഈ ശബ്ദത്തിലേക്ക് ചേരുന്നു. അതൊരു വലിയ കാര്യമാണ്. ഇവ എല്ലാം അത്രയും ജാഗരിതമാകും. നീ വീട്ടിൽ ഉറങ്ങുന്നുണ്ടെങ്കിലും കാറ്റിൻ്റെ ശബ്ദം കേൾക്കാം, സമുദ്രത്തിൻ്റെ ഗർജനം കേൾക്കാം. എല്ലാം വീട്ടിന് പുറത്ത് നടക്കുന്നതുപോലെ തോന്നും. ആകെ അതെല്ലാം മൈലുകൾ അകലെ നടക്കുന്ന കാര്യങ്ങളാണ്. ദൂരമുള്ള വസ്തു വളരെ അടുത്തതുപോലെ തോന്നും. ഉദാഹരണത്തിന് 1000 മൈൽ അകലെ ഉള്ളത് കൈയുടെ ദൂരത്ത് പോലെ കാണാം. ദൂരത്തിന് ശരീരബന്ധമുണ്ട്. നീ വീട്ടിൽ ഇരുന്ന് നോക്കുന്നു, ഒരു കപ്പൽ മുങ്ങുന്നു. അവരും സമുദ്രത്തിൽ രക്ഷിക്കുക രക്ഷിക്കുക എന്ന് വിളിക്കുന്നു. നീയും മുങ്ങുമെന്നും കരുതി ഉച്ചത്തിൽ കുരച്ചുകൊണ്ട് ഓടിത്തുടങ്ങുന്നു. വീട്ടുകാർ കരുതും നീ പൈതലായിപ്പോയെന്ന്. അവർ നിന്നെ പിടിച്ച് സൂചി കുത്തും. നീ പറയും ഒന്നുമില്ല ഒന്നുമില്ല. പക്ഷേ ആരും കേൾക്കില്ല. മനസ്സിലാക്കാത്ത പക്ഷം അങ്ങനെയാകും.